രാത്രി നല്ല തെളിഞ്ഞ ആകാശമുള്ള സമയത്തിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ കഴിയും. ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് അകലെ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങളുടെ വിസ്തീർണതയിലാണ് അവയെല്ലാം വ്യാപിച്ചു കിടക്കുന്നത്. എന്നാൽ ഈ കാണുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ മുഴുവൻ നമ്മിൽ നിന്നും വെറും 2 പ്രകാശ വർഷങ്ങൾക്കുള്ളിലായിരുന്നെങ്കിലോ? എങ്കിൽ നമ്മുടെ രാത്രി ആകാശം പൂർണ്ണ ചന്ദ്രനേക്കാൾ പല മടങ്ങ് ശോഭയേറിയതാകുമായിരുന്നു. അർദ്ധരാത്രിയിൽ പോലും പിന്നെ നമുക്ക് വ്യക്തമായിട്ട് കണ്ണു കാണാൻ കഴിയും. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ വെറും 2 പ്രകാശ വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുക എന്നത് ഒരുപക്ഷെ അസാധ്യമായിട്ട് നമുക്ക് തോന്നും. കാരണം സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പോലും ഏതാണ്ട് 4 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വെറും 2 പ്രകാശ വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ എന്നത് അസാധ്യമാണെന്ന് തന്നെ നമുക്ക് തോന്നും. എന്നാൽ ശരിക്കും ഇങ്ങനെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇത്രയും അടുത്തടുത്തായിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതാണ് സ്റ്റാർ ക്ലസ്റ്റേഴ്സ്. ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനെയാണ് പൊതുവെ നമ്മൾ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സ്റ്റാർ ക്ലസ്റ്ററിലുള്ള നക്ഷത്രങ്ങളെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുന്നത്. അതായത് ഒരേ നെബുലയിൽ നിന്നും തന്നെ രൂപം കൊണ്ട നക്ഷത്രങ്ങളായതുകൊണ്ടാണ് അവ അടുത്തടുത്തായിരിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിലെ ബഹുഭൂരിപക്ഷം നക്ഷത്രങ്ങളും ഇതുപോലെ സ്റ്റാർ ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ടാണ് രൂപം കൊണ്ടത്. പക്ഷേ എല്ലാ സ്റ്റാർ ക്ലസ്റ്ററുകളും എന്നെന്നും നിലനിൽക്കുന്നവയല്ല. അവ കാലക്രമേണ പിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും സ്റ്റാർ ക്ലസ്റ്റേഴ്സിന്റെ ഭാഗമല്ലാത്തത്. നമ്മുടെ സൂര്യനും പണ്ടൊരു സ്റ്റാർ ക്ലസ്റ്ററിന്റെ ഭാഗമായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും പ്രധാനമായും 2 തരം ക്ലസ്റ്റേഴ്സ് ഉണ്ട്: ഓപ്പൺ ക്ലസ്റ്ററും ഗ്ലോബുലാർ ക്ലസ്റ്ററും. ഓപ്പൺ ക്ലസ്റ്ററുകൾ ചെറിയ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ചെറുതെന്ന് വെച്ചാൽ വെറും 8-10 നക്ഷത്രങ്ങൾ മുതൽ പരമാവധി ആയിരക്കണക്കിന് നക്ഷത്രങ്ങളോളം വരെ മാത്രമേ ഉണ്ടായിരിക്കൂ. അതുപോലെ ഇവയ്ക്ക് പരമാവധി ഏകദേശം 50 പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ 1100-ൽ കൂടുതൽ ഓപ്പൺ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹയേഡീസ് ആണ് നമ്മുടെ ഏറ്റവും സമീപത്തുള്ള സ്റ്റാർ ക്ലസ്റ്റർ. അതൊരു ഓപ്പൺ സ്റ്റാർ ക്ലസ്റ്റർ ആണ്. ഭൂമിയിൽ നിന്നും വെറും 153 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലേതാണ്ട് 500ഓളം നക്ഷത്രങ്ങളുണ്ട്. ഈ 500 നക്ഷത്രങ്ങളും ഏകദേശം 30 മുതൽ 50 പ്രകാശ വർഷ ദൂരത്തിന്റെ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ നക്ഷത്രങ്ങളെല്ലാം ഒരേ സമതലത്തിലല്ല നിലനിൽക്കുന്നത്. അതായത് സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും ഒരേ സമതലത്തിലൂടെ വലം വെക്കുന്നത് പോലെ അല്ല. പകരം ഇവയെല്ലാം വളരെ അടുത്തടുത്ത് നിൽക്കുന്നതിനാൽ ക്ലസ്റ്ററിലെ എല്ലാ നക്ഷത്രങ്ങളും പരസ്പരം മറ്റെല്ലാ നക്ഷത്രങ്ങളിലേക്കും ഗ്രാവിറ്റി ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായ സമതലങ്ങളിലൂടെ ആയിരിക്കും ഓരോ നക്ഷത്രവും മറ്റു നക്ഷത്രങ്ങളെ പരസ്പരം വലം വയ്ക്കുന്നത്. അതുപോലെ ഒരു സ്റ്റാർ ക്ലസ്റ്ററിലുള്ള നക്ഷത്രങ്ങൾക്കൊന്നും കൃത്യമായ ഒരു ഓർബിറ്റും ഉണ്ടായിരിക്കില്ല. സമീപത്തുള്ള മറ്റ് നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റിയുടെ പ്രഭാവം കാരണം എല്ലാ നക്ഷത്രങ്ങളുടെയും ഓർബിറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. താരതമ്യേന പറഞ്ഞാൽ തേനീച്ചകൾ അവയുടെ കൂട്ടിന് ചുറ്റും പറക്കുന്നത് പോലെ. എന്തായാലും ഓപ്പൺ ക്ലസ്റ്ററുകൾ പൊതുവെ വളരെ കുറച്ചു കാലങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ പല ദശലക്ഷം വർഷങ്ങൾ മുതൽ ഏതാനും ചില ദശകോടി വർഷങ്ങൾ വരെ മാത്രം. കാരണം ഓപ്പൺ ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കുറവായതിനാൽ അവ തമ്മിലുള്ള ഗ്രാവിറ്റിയും അത്രത്തോളം ശക്തമായിരിക്കില്ല. അതിനു പുറമെ മറ്റ് സ്റ്റാർ ക്ലസ്റ്റേഴ്സിന്റെ ഗ്രാവിറ്റിയുടെ പ്രഭാവവും കൂടെ ആകുമ്പോൾ പല ദശകോടി വർഷങ്ങളുടെ സമയം കൊണ്ട് ഒരു ഓപ്പൺ ക്ലസ്റ്ററിലെ നക്ഷത്രങ്ങളെല്ലാം പിരിഞ്ഞു പോകും. അതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ഓപ്പൺ ക്ലസ്റ്റേഴ്സും യഥാർത്ഥത്തിൽ പ്രായം കുറഞ്ഞ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആണ്. അവയൊക്കെ രൂപം കൊണ്ടിട്ട് പരമാവധി ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടാകൂ. ദശലക്ഷം വർഷങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത എത്ര വലിയൊരു കാലയളവായിട്ട് തോന്നുമെങ്കിലും പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈക്രോ സെക്കൻഡ് പോലുമല്ല. ഓപ്പൺ ക്ലസ്റ്ററുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് പ്ലയേഡീസ് ക്ലസ്റ്റർ. ഏതാണ്ട് 444 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഈ ക്ലസ്റ്ററിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുമെന്നതാണ് ഇത് പ്രശസ്തമാകാനുള്ള പ്രധാന കാരണം. ഏതാണ്ട് 40 പ്രകാശ വർഷങ്ങളുടെ വ്യാസമുള്ള ഈ ക്ലസ്റ്ററിൽ 1000-ലേറെ നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ അവയിൽ 7 നക്ഷത്രങ്ങളെയാണ് സാധാരണ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 7 സിസ്റ്റേഴ്സും ഇന്ന് അറിയപ്പെടാറുണ്ട്. ഓപ്പൺ സ്റ്റാർ ക്ലസ്റ്റേഴ്സിന്റെ മറ്റൊരു വകഭേദമാണ് സൂപ്പർ സ്റ്റാർ ക്ലസ്റ്റേഴ്സ്. സാധാരണ ഓപ്പൺ ക്ലസ്റ്റേഴ്സിനേക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ ഓപ്പൺ ക്ലസ്റ്റേഴ്സിനെയാണ് ശരിക്കും സൂപ്പർ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 12,000 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള വെസ്റ്റർലൻഡ് 1 ആണ് നമ്മുടെ ഏറ്റവും സമീപത്തുള്ള സൂപ്പർ സ്റ്റാർ ക്ലസ്റ്റർ. ഏകദേശം 35 ലക്ഷം വർഷങ്ങൾക്ക് മുൻപായിരിക്കും ഇത് രൂപം കൊണ്ടതെന്നാണ് കരുതുന്നത്. ഇതിന് വെറും 7 പ്രകാശ വർഷങ്ങളുടെ വ്യാസം മാത്രമേയുള്ളൂ. എന്നാൽ ഈ സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്.
ഭൂമിയിൽ നിന്നും ഏതാണ്ട് 25,000 പ്രകാശ വർഷങ്ങൾക്കകലെ മിൽക്കി വേയുടെ കോറിന് സമീപം ആർക്കീസ് എന്ന് പേര് നൽകിയിരിക്കുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ ക്ലസ്റ്റർ ഉണ്ട്. നമ്മുടെ മിൽക്കി വേയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡെൻസസ്റ്റ് ആയ, അതായത് ഏറ്റവും സാന്ദ്രത കൂടിയ സ്റ്റാർ ക്ലസ്റ്റർ ഇതാണ്. ഇതിൽ ആയിരക്കണക്കിന് മുതൽ ഏതാണ്ട് 10,000-ഓളം നക്ഷത്രങ്ങൾ വരെ ഉണ്ടെന്നാണ് നിഗമനം. പക്ഷേ ഈ നക്ഷത്രങ്ങളെല്ലാം വെറും 1 പ്രകാശ വർഷ ദൂരത്തിനുള്ളിൽ കൂടിയിരിക്കുകയാണ്. ഇതിലുള്ള ഓരോ നക്ഷത്രങ്ങളും തമ്മിൽ കുറച്ച് പ്രകാശ ആഴ്ചകൾ മുതൽ ഏതാനും ചില പ്രകാശ മാസങ്ങളോളം മാത്രമേ അകലമുള്ളൂ. താരതമ്യേന പറഞ്ഞാൽ സൂര്യൻ നിലനിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇത്രയും സാന്ദ്രതയുണ്ടായിരുന്നെങ്കിൽ സൂര്യനും പ്രോക്സിമ സെന്റൗറിക്കും ഇടയിൽ ഏതാണ്ട് 100,000-ഓളം നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമായിരുന്നു. ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ആണ് രണ്ടാമത്തെ തരം സ്റ്റാർ ക്ലസ്റ്റർ. ഇവ ഓപ്പൺ ക്ലസ്റ്റേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഓപ്പൺ ക്ലസ്റ്റേഴ്സിന് സാധാരണ കൃത്യമായ ആകൃതിയൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾക്ക് പൊതുവെ ഗോളാകൃതി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഗ്ലോബ് എന്ന രീതിയിലുള്ള പേര് നൽകിയിരിക്കുന്നത്. ഒരു ഗ്ലോബുലാർ ക്ലസ്റ്ററിൽ 10,000 കണക്കിന് മുതൽ പല കോടി നക്ഷത്രങ്ങളോളം വരെ ഉണ്ടായിരിക്കാം. അതുപോലെ 100 കണക്കിന് പ്രകാശ വർഷങ്ങളുടെ വ്യാസവും ഉണ്ടായിരിക്കാം. ഇത്രയും നക്ഷത്രങ്ങളും വലിപ്പവും ഒക്കെ ഉള്ളതിനാൽ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അവയെല്ലാം കൂടെ ശരിക്കും ഒരൊറ്റ വസ്തുവിനെ പോലെ ആയിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അത്ര പെട്ടെന്നൊന്നും പിരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. പൊതുവെ ഗ്ലോബുലാർ ക്ലസ്റ്ററുകളെല്ലാം 100 കണക്കിന് കോടി വർഷങ്ങളോളം കാലം നിലനിൽക്കും. ചില ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിലാണെങ്കിൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ പോലും റെഡ് ജെയിന്റ് ആയി മാറിയ ശേഷം വൈറ്റ് ഡ്വാർഫായി നശിച്ചു പോയിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ നക്ഷത്രങ്ങളുടെയൊക്കെ ജീവിത ചക്രങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ സൂര്യനെ പോലത്തെ നക്ഷത്രങ്ങളുടെ ജീവിത ചക്രം പൂർത്തിയാകാൻ 1000 കോടി വർഷങ്ങളിലേറെ കാലമെടുക്കും. അപ്പോൾ അത്തരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾക്ക് നമ്മുടെ ഗാലക്സിയുടെ അത്രത്തോളം തന്നെ പ്രായമുണ്ടായിരിക്കും. നമ്മുടെ ഗാലക്സിയിൽ 150-ൽ കൂടുതൽ ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിന് കൃത്യമായി ഒരു അതിരൊന്നും ഉണ്ടായിരിക്കില്ല. അതിര് പതിയെ പതിയെ മങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ഗാലക്സിയെ പോലെ ഗ്ലോബുലാർ ക്ലസ്റ്ററിനും കോർ ഭാഗമൊക്കെ ഉണ്ടായിരിക്കും. കോറിന്റെ സാന്ദ്രതയും വളരെ കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ അവിടെ വളരെ അടുത്തടുത്തായിട്ടായിരിക്കും നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. പൊതുവെ ഒരു ഗ്ലോബുലാർ ക്ലസ്റ്ററിന്റെ കോറിലെ നക്ഷത്രങ്ങൾ തമ്മിൽ വെറും ഏതാനും ചില പ്രകാശ മാസങ്ങൾ മാത്രമേ അകലമുണ്ടായിരിക്കുകയുള്ളൂ. സൂര്യനിൽ നിന്നും സൗരയൂഥത്തിന്റെ അതിരായ ഊർട്ട് ക്ലൗഡ് വരെ എത്താൻ പോലും അതിനേക്കാൾ ദൂരമുണ്ടെന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിന് അത്രയേറെ സാന്ദ്രതയുണ്ട്. എന്നാൽ കോറിൽ നിന്നും അകലുന്നതിനനുസരിച്ച് ഈ സാന്ദ്രത കുറയും. അതിരിലെത്തുമ്പോഴേക്കും ഓരോ നക്ഷത്രങ്ങളും തമ്മിൽ ശരാശരി 1 പ്രകാശ വർഷത്തിന്റെ അകലമുണ്ടായിരിക്കും. ഓപ്പൺ ക്ലസ്റ്ററിലെ നക്ഷത്രങ്ങളെ പോലെ ഗ്ലോബുലാർ ക്ലസ്റ്ററിലെയും നക്ഷത്രങ്ങൾ തേനീച്ചകൾ കൂട്ടിന് ചുറ്റും കറങ്ങുന്നത് പോലെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും വലിയ ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്നത് ഒമേഗ സെന്റൗറിയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 17,000 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് അത് നിലനിൽക്കുന്നത്. ഏതാണ്ട് 150 പ്രകാശ വർഷങ്ങളുടെ വ്യാസമുള്ള ഒമേഗ സെന്റൗറിയിൽ 1 കോടിയോളം നക്ഷത്രങ്ങളുണ്ടെന്നാണ് നിഗമനം. താരതമ്യേന പറഞ്ഞാൽ അത്രയും സാന്ദ്രത നമ്മുടെ സൂര്യൻ നിലനിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ സൂര്യനും പ്രോക്സിമ സെന്റൗറിക്കും ഇടയിലുള്ള ദൂരത്തിൽ 10,000 കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നേനെ. എന്തായാലും ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ രൂപം കൊള്ളുന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചെറിയ ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ ചിലപ്പോൾ വളരെ വലിയ നെബുലകളിൽ നിന്നും തന്നെ ഉണ്ടായതായിരിക്കാം. പക്ഷേ വലിയ ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ ഒരുപക്ഷെ ചെറിയ ചെറിയ ഗാലക്സികൾ വന്ന് മിൽക്കി വേയുമായിട്ട് കൂട്ടിയിടിച്ചപ്പോൾ അവയുടെ കോർ ഭാഗം മിൽക്കി വേയുമായിട്ട് ചേർന്നതാണോ എന്ന സംശയമുണ്ട്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വലിയ ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ ഒരുപക്ഷെ പണ്ട് മിൽക്കി വേയിൽ വന്നിടിച്ച മറ്റ് ചെറിയ ഗാലക്സികളുടെ കോർ ഭാഗങ്ങളായിരിക്കാം. ചില ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഈ സിദ്ധാന്തം ശരിയാണെന്ന് കരുതാനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥം വളരെ വലിയൊരു സ്റ്റാർ ക്ലസ്റ്ററിന്റെ മധ്യത്തിലായിരുന്നെങ്കിൽ തീർച്ചയായും രാത്രി ആകാശം വളരെ വളരെ മനോഹരമായിരുന്നേനെ. രാത്രിയിൽ പിന്നെ മറ്റു പ്രകാശ സ്രോതസ്സുകളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നിരിക്കില്ല. അത്രയും ശോഭയേറിയതായിരിക്കും രാത്രി ആകാശം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വലിയ സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ, പ്രത്യേകിച്ച് മധ്യഭാഗത്തിൽ ഭൂമിയെ പോലെ ഒരു ഗ്രഹം നിലനിൽക്കാനുള്ള സാധ്യത ഏതാണ്ട് 0. ഗ്ലോബുലാർ ക്ലസ്റ്ററുകളിലാണെങ്കിൽ അങ്ങനത്തെ ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലും തീരെയില്ല. എന്തെന്നാൽ ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് എല്ലാം 100 കണക്കിന് കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടവയാണ്. ആ കാലഘട്ടത്തിൽ ഹൈഡ്രജനും ഹീലിയവും അല്ലാതെ മറ്റ് ഹെവി ആയിട്ടുള്ള പദാർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം വളരെ വളരെ കുറവായിരുന്നു. എന്നാൽ ഭൂമിയെ പോലത്തെ റോക്കി പ്ലാനറ്റ്സിന് രൂപം കൊള്ളാൻ മറ്റ് ഹെവിയായ പദാർത്ഥങ്ങൾ വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ പിന്നെ ഗ്ലോബുലാർ ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സാധാരണഗതിയിൽ റോക്കി പ്ലാനറ്റ്സ് ഉണ്ടാകില്ല. ഓപ്പൺ ക്ലസ്റ്റേഴ്സിലും ഹെവി എലമെന്റ്സ് കുറവാണ്. അപ്പോൾ അതിലും ഏകദേശം സമാനമായ അവസ്ഥകളായിരിക്കും. അതിനു പകരം ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും ഒക്കെ പോലെയുള്ള വാതക ഗ്രഹങ്ങൾ ഉണ്ടായേക്കാം.
പക്ഷേ സ്റ്റാർ ക്ലസ്റ്ററുകളിൽ ഗ്രഹങ്ങൾ ഉണ്ടായാലും അതിനി റോക്കി പ്ലാനറ്റ്സ് ആയാലും ഗ്യാസ് ജെയിന്റുകൾ ആയാലും സമീപമുള്ള നിരവധിയായ മറ്റു നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റിയുടെ നിരന്തരമായ ഇടപെടലുകൾ കാരണം വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്ലാനറ്റ്സ് എല്ലാം അവയുടെ നക്ഷത്ര വ്യൂഹങ്ങളിൽ നിന്നും തൂക്കി എറിയപ്പെടുകയും ചിലപ്പോൾ നക്ഷത്രങ്ങളാൽ വിഴുങ്ങപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്ത 3 ബോഡി പ്രോബ്ലം ആണ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്. വെറും 3 നക്ഷത്രങ്ങൾ പരസ്പരം വലം വെച്ചാൽ തന്നെ മുഴുവൻ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ആയിരക്കണക്കിനും 10,000-കണക്കിനും നക്ഷത്രങ്ങൾ വലം വെക്കുന്ന ഒരു സ്റ്റാർ ക്ലസ്റ്ററിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ ഗ്രഹങ്ങൾ ഉണ്ടായാലും അവ അധികകാലം നിലനിൽക്കില്ല. പക്ഷെ ഇത് വലിയ സ്റ്റാർ ക്ലസ്റ്റേഴ്സിന്റെ കാര്യമാണ്, അല്ലാതെ ചെറിയ ക്ലസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല.